ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ബേസ് മെഷിനെ ഒരു ഹ്യൂമൻ പ്രപ്പോർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കഴുത്തിലെ ചില ബേസിക് മസിൽസിൻ്റെ ഒരു ലാൻഡ്മാർക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ്, അതോടൊപ്പം തന്നെ അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്ലാവിക്കിൾ ബോണിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഐ തിങ്ക് ഒരു സബ് ഡിവിഷൻ ലെവൽ കൂടി വേണമെന്ന് തോന്നുന്നു ഈ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ സബ് ഡിവിഷൻ ലെവൽ 2 വന്നിരിക്കുകയാണ്. ക്ലേ ബിൽഡപ്പ് ഉപയോഗിച്ച് നെക്കിൻ്റെ താഴെ കുറച്ച് ക്ലേ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ആ സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് എന്ന ആ ഒരു മസിൽ വരുന്നത്. ചെവി കൂടി ഒന്ന് മോഡൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മസിൽസിലേക്ക് കിടക്കാം. അതിനായിട്ട് ചെവിയുടെ ഒരു ഷേപ്പ് ഞാൻ മാസ്ക് ചെയ്തിട്ട് പുറത്തേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് സ്മൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ചെവിയുടെ ആ ഒരു അകത്തുള്ള ഒരു കുഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ്. സോ ഐ തിങ്ക് നമുക്ക് ആ ഒരു മസിൽ ലാൻഡ്മാർക്ക് വരച്ചെടുക്കാം. ഈ ഒരു മസിൽ അവസാനിക്കുന്നത് നമ്മുടെ ക്ലാവിക്കിളിലാണ്. ആ ഒരു സ്റ്റേർണത്തിലാണ് അവസാനിക്കുന്നത്. അവിടെ നിന്നും ക്ലാവിക്കിൾ ബോൺ സൈഡിലേക്ക് വരും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മളുടെ ബേസ് മെഷ് ഇപ്പോഴും ആ ഒരു ഹ്യൂമൻ പ്രൊപ്പോർഷനിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ലക്ഷ്യം ഹ്യൂമൻ പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ക്ലേ ബ്രഷ് ഉപയോഗിച്ച് കുറച്ചൊന്ന് സൈഡിൽ ഞാൻ വരയ്ക്കണം. അതിനുശേഷം ചെസ്റ്റ് മസിൽസ് ആഡ്. ചെസ്റ്റ് മസിൽസിന് പറയുന്ന പേര് പെക്ടോറാലിസ് എന്നാണ്. നമ്മൾ ആ ഒരു എക്സാക്ട് ഷേപ്പൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു മസിൽസിൻ്റെ ആ ഒരു ലാൻഡ്മാർക്ക് മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബേസ് മെഷ് കുറച്ച് സ്ലിമ്മാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മസിൽസ് ലാൻഡ്മാർക്സും വോളിയുമൊക്കെ ചെയ്ത് കുറച്ച് ഒരു ഹ്യൂമൻ പ്രപ്പോർഷൻ കൊണ്ടുവരാൻ നമ്മൾ ഹാൻഡ്സ് കുറച്ച് നേരത്തേക്കൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. അതിനായിട്ട് Ctrl+Shift+Alt ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ്. ഇപ്പോൾ നമുക്ക് ആ ഒരു റിബ് കേജിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം ക്ലേ ആഡ് ചെയ്യുകയാണ്. റിബ് കേജിൻ്റെ സൈഡ് വ്യൂ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു റെഫറൻസ് ഇമേജ് ഞാൻ എടുക്കുകയാണ്. അനാറ്റമി ഫോർ ആർട്ടിസ്റ്റ് എന്ന പുസ്തകത്തിൽ ഈ ഒരു റെഫറൻസ് ഇമേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് ഞാൻ ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടർ മോഡലിങ്ങിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റിനെ ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ്. ഇതൊരു ഫിക്സ്ഡ് ഷേപ്പ് അല്ല. നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെയാണ് നമ്മുടെ മോഡൽ കടന്നു പോകുന്നത്. ബാക്ക് മസിലായ ലാറ്റിസ് ടോർസൈ എന്ന മസിലിൻ്റെ ആ ഒരു ഷേപ്പ് ഞാനിവിടെ കൊണ്ടുവരാൻ
ശ്രമിക്കുകയാണ്. ബാക്കിൽ ഒരു സെൻറ്റർ ലൈൻ ഞാൻ ക്ലേ ബിൽഡപ്പ് ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ക്ലേ ബിൽഡപ്പ് തന്നെ വേണമെന്നില്ല, ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചായാലും നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ ലൈൻ ബാക്കിൽ വരുത്താം. ചെറിയൊരു കർവ്നെസ് കൊടുക്കുകയാണ്. കുറച്ച് വോളിയം ആഡ് ചെയ്യണം, മസിൽ വോളിയം. മസിലിൻ്റെ ശരിക്കുള്ള ഷേപ്പ് നമുക്ക് അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് അതോടൊപ്പം തന്നെ അനാട്ടമി ഫോർ ആർട്ടിസ്റ്റ്, ഈ 2 പുസ്തകങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഈ ഒരു ലാറ്റിസ്മസ് ഡോർസായി കുറച്ച് ബൾജ്ഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ബോഡി ബിൽഡേഴ്സിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കൊണ്ട് തന്നെ ഈ ഒരു മസിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. ശരിക്കും ഈ ലാറ്റിസ്മസ് ഡോർസായി എന്ന മസിലിനെയാണ് പൊതുവേ നമ്മളൊക്കെ വിങ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അതിൻ്റെ ആ ഒരു വിങ്സ് മസിലിൻ്റെ ടെക്നിക്കൽ നെയിമാണ് ലാറ്റിസ്മസ് ഡോർസായി. അപ്പോൾ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മസിൽ സ്റ്റഡീസ്. ഈ ഒരു മസിൽ സ്റ്റഡീസൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കൾപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ബട്ട് ഫാറ്റ് ആഡ് ചെയ്യുകയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു ബട്ടക്സിലെ ഫാറ്റ് എന്തുമാത്രം വേണം വേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. എപ്പോഴും ഒരു ബേസ് മെഷ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇനി ഭാവിയിൽ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലേ ബേസ് മെഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ ഒരു മോഡൽ തന്നെ എടുത്തിട്ട് ആവശ്യാനുസരണം മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് മോഡൽ റീയൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ബേസ് മെഷ് ഒരു സെപ്പറേറ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കുക. കുറച്ചുകൂടി വോളിയം ആവശ്യമായിട്ടുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. ലാറ്റിസ്മസ് ഡോർസൈയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻ ഉണ്ട്, അതിനെയാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഡീറ്റെയിൽസിനെ കുറിച്ച് വറി ചെയ്യുകയേ വേണ്ട. നമുക്ക് ആ ഒരു മസിൽ ലാൻഡ്മാർക്സ് കൂടെ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷൻ ഇതെല്ലാം ഒത്തുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മോഡലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സൈഡിൽ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട്. ശരിക്കും ഈ ഒരു ഡിപ്രഷൻ വരുന്നത് നമ്മുടെ ഗ്ലൂട്ടസ് മാക്സിമസ് നമ്മുടെ ലെഗിൻ്റെ സൈഡിലുള്ള ആ ഒരു ടെൻഡൻ്റെ അടുത്തുകൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡിപ്രഷനാണ്. അടുത്തത് നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേർണൽ ഒബ്ലീക്ക് മസിലാണ്. ചെറിയൊരു ഷെയ്ഡിങ് മാത്രം മതി, കൂടുതൽ വോളിയം ആഡ് ചെയ്ത് കുളമാക്കണ്ട. ഞാൻ മറ്റൊരു റെഫറൻസ് ഇമേജ് കൂടി എടുക്കുകയാണ്. ആ ഒരു ഒബ്ലീക്ക് മസിൽസിന് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് റിബ് കേജ് ലാൻഡ്മാർക്ക് വരയ്ക്കുകയാണ്. ഇത് ആക്ച്വലി ഓപ്ഷണലാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ ഒന്ന് ചെയ്തെന്ന് മാത്രം. ചെറുതായിട്ടൊന്ന് റിബ് കേജിൻ്റെ ഷേപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്.
ഞാനൊന്ന് പിറകിലേക്ക് വരികയാണ്, കാരണം ഐ ഫീൽ ചെറിയൊരു പ്രശ്നമുള്ളത്, അതുകൊണ്ട് കുറച്ചൊന്ന് പിറകിലേക്ക് വന്നിട്ട് സ്മൂത്ത് ചെയ്യുകയാണ്. ഐ തിങ്ക് ദിസ് കൈൻഡ് ഓഫ് ഡീറ്റെയിൽ ഈസ് ഇനഫ് അറ്റ് ദിസ് സ്റ്റേജ്. നമ്മൾ ഈ ഒരു മോഡൽ ജെനിറ്റൽസിനെയൊന്നും അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. ചെറിയൊരു ലൈനിങ് കൊടുക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡിൽ നമുക്ക് മനസ്സിലാകും, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ബേസ് മെഷിനേക്കാൾ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടാകും. ഐ തിങ്ക് ലെഗ് മസിൽസ് മോഡൽ ചെയ്യാൻ സമയമായി. കുറച്ച് വോളിയം ആഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലെഗ് മസിലിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ തൈസിൽ വരുന്ന മേജർ മസിൽസിൻ്റെയൊക്കെ ലാൻഡ് മാർക്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു മസിൽസിൻ്റെ ഷേപ്പ് ഡാം സ്റ്റാൻഡേർഡ് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുക, എന്നിട്ട് അതിന് മുകളിൽ കൂടി ക്ലേ ബ്രഷ് ഉപയോഗിച്ച് വോളിയം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത്യാവശ്യം സ്മൂത്ത് ചെയ്യുക. ആ ഒരു മസിൽസിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും. അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് ബുക്കിൽ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെഫറൻസ് ഇമേജ് നോക്കി ചെയ്യുകയാണ് എങ്കിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ഇമേജ് കുറച്ച് പഴയ ഒരു പുസ്തകമായ അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്താണ്, അനാട്ടമി ഫോർ ആർട്ടിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഇതിലെ എല്ലാ പടങ്ങളും തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷേ ഒരുവിധം എല്ലാ മസിൽസിൻ്റെയും ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കൺവേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇമേജസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് 2 ബുക്കും നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുക എന്നതാണ്. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചില ആക്യുറേറ്റ് ആയിട്ട് കാണിക്കാത്ത മസിൽസ് കുറച്ചുകൂടി നല്ല രീതിയിൽ അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ കൺവേ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പുസ്തകങ്ങൾ മാറി മാറി ഉപയോഗിക്കണം. ആ ഒരു മസിൽസിൻ്റെ ലാൻഡ് മാർക്ക് പ്ലസ് വോളിയം രണ്ടും നിങ്ങൾ പിക്ചർ പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിയലിസം ഒരു 90% എങ്കിലും നമ്മളുടെ മോഡലിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇനിഷ്യലി കുറച്ച് റെഫറൻസ് ഇമേജുകൾ സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നു, പക്ഷെ പിന്നീട് തോന്നി ഓക്കെ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു റെഫർ ദ ബുക്സ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബുക്സിനെ റെഫർ ചെയ്യുന്നത്. ലെഗിൻ്റെ തന്നെ ബാക്ക് മസിൽസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്.
മസിൽസ് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ വോളിയം കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഈ ഒരു ലൈൻ വരയ്ക്കുന്നത് ആ ഒരു ബാക്ക് മസിലിൻ്റെ ഓപ്പണിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കർവി ആയിട്ടാണ് പോകുന്നത്, പക്ഷേ ഇവിടെ കർവ്ഡ് ആയിട്ടില്ല. അത്യാവശ്യം ഒന്ന് വരച്ച് എടുക്കേണ്ടി വരും. ഓക്കെ, ക്ലേ ബിൽഡപ്പ് ആൻഡ് ക്ലേ ബ്രഷ്, ഈ 2 ബ്രഷുകൾ മാറി മാറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചൊന്ന് ഫ്ലാറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഏകദേശം ആ ഒരു മസിൽ ലാൻഡ് മാർക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ മാത്രം ഈ ഒരു സ്റ്റേജിൽ ചെയ്താൽ മതി. സേവ് ചെയ്യാൻ മറക്കരുത്. I think this is okay. സൈഡിലൊക്കെയുള്ള മസിൽ ലാൻഡ് മാർക്സും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബുക്സ് റെഫർ ചെയ്താൽ കിട്ടും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത അനാറ്റമി റിലേറ്റഡ് ബുക്സ് റെഫർ ചെയ്താൽ കിട്ടും. സൈഡ് വ്യൂ കുറച്ച് കൂടി ഒന്ന് സ്കൾപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യാം, കാരണം ഇത്രയും മസിൽ പ്രൊജക്ഷൻ ആവശ്യമില്ല. അത്യാവശ്യം ആ ഒരു നീ ജോയിൻറ്റിനെ കാണിക്കാനായിട്ടൊരു ഷെയ്ഡിങ് നമ്മൾ കൊടുക്കുകയാണ്. I think this is good. ഇനി നമുക്ക് ആ ഒരു ഷിൻ ബോണിൻ്റെ ലാൻഡ് മാർക്ക് അടയാളപ്പെടുത്തണം. ഈ ഒരു ലാൻഡ് മാർക്ക് അടയാളപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുട്ടുകാലിനെ പിറകിലുള്ള മസിൽസൊക്കെ അടയാളപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ലെഗിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കർവിനെസ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇരുവശത്തുമുള്ള കർവിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കണം. അതിനുശേഷം അതേ രീതിയിലായിരിക്കണം നിങ്ങൾ ലെഗിനെ ഷേപ്പ് ചെയ്യേണ്ടത്. സി, ലെഗിൻ്റെ സൈഡ് വ്യൂ എടുക്കുക. നമ്മുടെ ബേസ് മെഷിൽ യാതൊരു തരത്തിലുള്ള വോളിയമും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലെഗിന് പുറകുവശത്തുള്ള ഗ്യാസ്ട്രോണമസ് മസിലും അതിനെ അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന അക്യുലസ് ടെൻഡൻ, ഇവ രണ്ടുമാണ് നമ്മളിപ്പോൾ മോഡൽ ചെയ്യാനായിട്ട് നോക്കുന്നത്. 2 മസിലുകളുടെ കോമ്പിനേഷനാണ് ഗ്യാസ്ട്രോണമസ്. ഇപ്പോൾ ലെഗ് മസിലിൻ്റെ ബാക്ക് വ്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, 2 മസിലും വ്യത്യസ്ത
ഹൈറ്റും വ്യത്യസ്ത വോളിയത്തിലുമാണ് ഉള്ളത്. ശരിക്കും ഹ്യൂമൻ അനാട്ടമി സ്റ്റഡിയിൽ സ്കൾപ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഗാസ്ട്രോണമസ് മസിൽസാണ് നമ്മളിപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഔട്ട്ലൈൻ ചെയ്ത ശേഷം അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ക്ലേ ബ്രഷ് ആഡ് ചെയ്യുന്നതായിരിക്കും. സൈഡ് വ്യൂ നമ്മളെടുത്ത് നോക്കുകയാണ് അതിൻ്റെ വോളിയം എന്തുമാത്രം വരും എന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വോളിയം ആഡ് ചെയ്ത് കൊടുക്കാം. വി ആർ ജസ്റ്റ് ഔട്ട്ലൈനിങ്. ഓക്കെ, ഇതിൽ ഇത്തരം ഡീറ്റെയിൽസുകളൊന്നും തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ബട്ട് നമ്മൾ ഹയർ സബ് ഡിവിഷനിൽ കുറച്ചധികം മസിൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ റെഫറൻസ് ഇമേജിൽ ആ ഒരു ലെഫ്റ്റ് ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു മസിലിൻ്റെ ആ ഒരു ഡ്രോയിങ് നോക്കിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മസിൽ മോഡൽ അല്ലെങ്കിൽ സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ നോക്കണം നിങ്ങൾ ലെഫ്റ്റ് വ്യൂവിലാണോ റൈറ്റ് വ്യൂ റെഫറൻസ് ആണോ യൂസ് ചെയ്യുന്നത് എന്ന്. അവസാനം മസിൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. ഇപ്പോൾ ഇതൊരു റൈറ്റ് ലെഗിൻ്റെ റെഫറൻസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റെഫറൻസ് നമ്മുടെ മോഡലിൻ്റെ റൈറ്റ് ലെഗ് ഉപയോഗിച്ച് തന്നെ മാച്ച് ചെയ്യണം. ഏകദേശം ആ ഒരു പ്രൊപ്പോർഷൻ നമ്മളുടെ മോഡലിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വ്യൂസിൽ നിന്നുകൊണ്ടും നിങ്ങളുടെ മോഡലിനെ മോഡിഫൈ ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു ഫീറ്റിൻ്റെ ബേസിക് ഷേപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫിംഗേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സ്റ്റേജുകളിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബോത്ത് ഡൈനാമെഷ് അതോടൊപ്പം തന്നെ സബ് ഡിവിഷൻ മോഡലിങ്ങും മാറി മാറി ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ ഒരു ഫീറ്റിൻ്റെ അടിവശം അതിൻ്റെ ഒരു ഏകദേശ ഷേപ്പ് വരുത്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീറ്റിൻ്റെ ഒരു ലോവർ വ്യൂ റെഫറൻസ് ഇമേജായിട്ട് എടുത്തിരിക്കുന്നത്. ഫീറ്റിൻ്റെ ബോൾസ് നമ്മൾ ചെയ്യുകയാണ്. സോറി കേട്ടോ, ഞാൻ RGB ഓഫ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ടാണ് ആ ഒരു പെയിൻറ്റ് ബ്രഷ് വന്നത്. ഫീറ്റിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ആ ഒരു ഷേപ്പ് കൺവേ ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം.
ഓക്കെ, അത്യാവശ്യം ഫീറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉള്ളത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഹാൻഡ്സും പിന്നെ ബാക്ക് മസിൽസ് ഇവ രണ്ടും സ്കൾപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവ രണ്ടും തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ ഒരു ബേസിക് പ്രപ്പോർഷൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി മോഡലിംഗ് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് പൂർത്തിയാക്കണമെങ്കിൽ നമുക്കൊരു ബേസിക് പ്രപ്പോർഷൻ കിട്ടിയേ തീരും. ഫീറ്റിൻ്റെ ഒരു സൈഡ് വ്യൂ റെഫറൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഫറൻസിൽ നമുക്ക് ആ ഒരു ഫീറ്റിൻ്റെ അടിയിലുള്ള ആ ഒരു ആർച്ച് അത്ര വിസിബിൾ അല്ല. എന്നാലും ഇഫ് യു വാണ്ട് that kind of arch in your model, please go for another reference. ഇനി നമ്മൾ കൈയിലെ മസിൽസിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡെൽറ്റോയിഡ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3 റെഫറൻസ് പുസ്തകങ്ങളും നിങ്ങൾ മാറി മാറി പരിശോധിക്കണം ഓരോ മസിലും മോഡൽ ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന റെഫറൻസ് ഏതാണോ അതായിരിക്കണം നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ഡെൽറ്റോയിഡ് മസിലിൻ്റെ ഒരു ബേസിക് ഷേപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിലുള്ള ആ ഒരു ബോൺ അതിനെ കൂടി നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ചെസ്റ്റ് മസിൽസ്, ചെസ്റ്റിൻ്റെ ഷേപ്പ് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു അത്യാവശ്യം നല്ല ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ റെഫറൻസ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് ഇമേജിലെ ചെസ്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു മോഡലിൽ ഞാൻ അത്യാവശ്യം ഒരു ആവറേജ് മസിൽസൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ മോഡലാണ് ചെയ്യുന്നത്. കുറച്ച് മസിൽ മാസ് ആഡ് ചെയ്യുകയാണ് ഡെൽറ്റോയിഡിൽ. ഷേപ്പ് കുറച്ച് ഓഫാണ്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. യു ക്യാൻ യൂസ് ദി റെഫറൻസ് ഇമേജ് ആസ് വെൽ ടു ക്ലിയർ ദ ഷേപ്പ്. പിന്നെ നമുക്ക് ആ ഒരു ക്ലാവിക്കൽ ബോണിൻ്റെ ഷേപ്പ് കുറച്ച് ഓഫായിട്ടുണ്ട്, അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു നല്ലൊരു റെഫറൻസ് ഇമേജ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ഞാനിപ്പോൾ ആ ഒരു ബോണി ലാൻഡ്മാർക്ക് പിന്നെ ആ ഒരു ടെൻഡൻ കൂടി മോഡൽ ചെയ്യുകയാണ്. ഇനി അതിന് മുകളിൽ കൂടിയാണ് നമ്മൾ ഒരു ട്രൈസെപ്സ് മസിൽസിൻ്റെ സ്കൾപ്റ്റ് ചെയ്യുന്നത്. ഹാൻഡ്സ് കുറച്ച് ഓഫാണ്, അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് ആ ഒരു ചെസ്റ്റ് മസിൽ കൈയുടെ ഏത് ഭാഗം വരെയാണ് പോയിട്ടുള്ളതെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ബൈസെപ്സ് മോഡൽ ചെയ്യുകയാണ്.
ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു റെഫറൻസ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന ബുക്ക് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. കുറച്ച് മസിൽ മാസ് അകത്തും പുറത്തും ആഡ് ചെയ്യുകയാണ്. ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളത് നമ്മുടെ കൈയുടെ വിരൽ മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗത്തുള്ള ഒരു മസിൽസാണ്. അപ്പോൾ അത് ഒരുപാട് മസിൽസുകൾ ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കൺവേ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി പണിപ്പെടേണ്ടതുണ്ട്. ചെസ്റ്റ് മസിൽസിൻ്റെ ഷേപ്പ് സൈഡ് വ്യൂവിൽ കുറച്ച് ഓഫാണ്. അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് എടുക്കാം. ഈ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ അനാട്ടമി ഫോർ ആർട്ടിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒരേ സമയം ആ ഒരു മസിൽസിൻ്റെ ഡ്രോയിങ്ങും പിന്നെ ആ ഒരു മസിലിൻ്റെ ഫോട്ടോയും രണ്ടും ഒരേ സമയം റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു മസിൽ ലാൻഡ് മാർക്സും ആ ഒരു മസിൽ വോളിയവും വരയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ലോവർ ഏരിയയിലേക്ക് വരാം. പിന്നെ ഫിംഗേഴ്സ് ഇവയെന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മോഡൽ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നില്ല. അത്യാവശ്യം മസിൽ മാസ് ആഡ് ചെയ്യുകയാണ്. ഒന്ന് സ്മൂത്ത് ചെയ്യുകയാണ് നമ്മുടെ ഈ ബൈസെപ്സ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബേസ് മെഷിൻ്റെ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചെയ്യാറായി. ഇനി നമുക്ക് ഫിംഗേഴ്സ് പിന്നെ പാം ഇവ രണ്ടും ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. കൈക്ക് കുറച്ച് നീളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് ഈ ഒരു സ്റ്റേജിൽ കുറയ്ക്കാം. ഓൾമോസ്റ്റ് പ്രൊപ്പോർഷൻ ശരിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇൻഫ്ലാക്റ്റ് ഉപയോഗിച്ചിട്ട് തമ്പിൻ്റെ ഷേപ്പ് ഒന്ന് കൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ മൂവ് ബ്രഷ് ഉപയോഗിച്ച് ബാക്കി 4 ഫിംഗേഴ്സിൻ്റെ ഒരു ഏകദേശ രൂപം ഉണ്ടാക്കുകയാണ്. ഐ തിങ്ക് നമുക്ക് ഒരു ഡൈനാമിഷ് ചെയ്യാൻ സമയമായി. കാരണം ഫിംഗേഴ്സ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സബ് ഡിവിഷൻ ലെവൽ 2 ഇരുന്നത്. അതിനെ ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഡൈനാമിഷ് ചെയ്തിരിക്കുന്നത്. നക്കിൾസ് ചെറുതായിട്ടൊന്ന് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഫിംഗറിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. കാരണം റിയൽ ഫിംഗേഴ്സ് നമ്മൾ
വരുന്ന സ്റ്റേജുകളിൽ മോഡൽ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഫോർ ദ സേക്ക് ഓഫ് എൻ ഔട്ട്ലൈൻ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും നോക്കി വേണം നിങ്ങൾ ഫിംഗേഴ്സിനെ സെറ്റ് ചെയ്യാൻ. ആക്ച്വലി ഇപ്പോൾ ഫിംഗേഴ്സ് ശരിയായിട്ടില്ല, എന്നാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുള്ളൂ. ബോത്ത് ഹാൻഡിലെ ഫിംഗേഴ്സും അതുപോലെ തന്നെ ലെഗിലുള്ള ഫീറ്റിലുള്ള ഫിംഗേഴ്സ് ഇവയെല്ലാം തന്നെ നമ്മൾ മോഡൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തമ്പ് മാത്രം ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. സംവാട്ട് ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. കൈപ്പത്തിക്കകത്ത് ഉള്ള ആ ഒരു വോളിയം നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിനായിട്ട് റെഫറൻസ് ഇമേജ് നോക്കണമെന്നില്ല, നിങ്ങളുടെ തന്നെ കയ്യിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് ഇതിൽ കൊണ്ടുവന്നാലും മതി. മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. അതിപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് മാസ് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ഓഫായിട്ട് എനിക്ക് തോന്നിയത് ഷോൾഡറിൻ്റെ ഘടനയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹാൻഡിനെ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഷോർട്ട് കട്ട്സൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ എനിക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മൂവ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ബാക്ക് ശരിയാക്കി. ഇനി നമുക്ക് ബാക്ക് മസിൽസിനെ ആണ് സ്കൾപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു അത്യാവശ്യം നല്ലൊരു ബാക്ക് വ്യൂ കിട്ടുന്ന ഒരു റെഫറൻസ് ഞാൻ എടുത്തിരിക്കുകയാണ്. ആദ്യം ചെയ്യേണ്ടത് ബാക്ക് മസിൽസിൻ്റെ എല്ലാ മസിൽസുകളുടെയും ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്നത് വരെ അത്യാവശ്യം ഒരു മാസ് കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടി നല്ല കളർ ഇമേജസ് നിങ്ങൾക്ക് അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ മോസ്റ്റ്ലി ഒരു അനാട്ടമി ബുക്കിൽ മാത്രം നിൽക്കാറില്ല. കഴിവതും മറ്റ് റെഫറൻസുകളൊക്കെ എടുത്ത് ആണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്.
ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ 7th വെർട്ടിബ്രേ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾ അനാട്ടമി ബുക്ക് എടുത്ത് റെഫർ ചെയ്ത് തന്നെ ഇത് സ്കൾപ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി ഒന്ന് റെഫറൻസ് ഇമേജ് നോക്കി നമ്മൾ ചെയ്യുകയാണ്. ട്രപ്പീസിയസ് ആണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ചില ആളുകൾക്ക്, അതായത് ജിമ്മിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഷോൾഡർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ഷോൾഡർ മസിൽസിൻ്റെ പേരാണ് ട്രപ്പീസിയസ്. ഇപ്പോൾ ഈ ഒരു പേര് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലൊക്കെ കേൾക്കാം. ജിമ്മിൽ സാധാരണ ഈ ഒരു ടെക്നിക്കൽ ടേം വെച്ച് ഓരോ മസിലിനെയും പറയാറില്ല. കൈകൾ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഹൈഡ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു റിബ് കേജ് ഏരിയയിലുള്ള മസിൽസും ലാറ്റിസ്മസ് ഡോർസൈ എന്നീ മസിൽസിൻ്റെയൊക്കെ ലാൻഡ്മാർക്ക് സ്കൾപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു റിബ് കേജ് നമ്മളിപ്പോൾ മോഡൽ ചെയ്യുന്നത് സെറാറ്റസ് ആൻറ്റീരിയർ മസിൽസ് ആണ്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഒബ്ലീക്ക്. ഇപ്പോൾ നമ്മൾ ലാറ്റിസ്മസ് ഡോർസൈയുടെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കാൻ പോവുകയാണ്. ലാറ്റിസ്മസ് ഡോർസൈ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഭാഗം നമ്മുടെ ബട്ടിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ഷേപ്പ് വരുന്നത് തന്നെ നമ്മുടെ ഇറക്റ്റർ സ്പൈനെ, നമ്മുടെ ലാറ്റിസ്മസ് ഡോർസയെ താഴെ നിന്ന് പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മസിൽ വരുന്നത്. അതായത് ലാറ്റിസ്മസ് ഡോർസയുടെ താഴെ വരുന്ന ഒരു ബൾജ്. ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊന്ന് സ്മൂത്ത് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് കൈകളെ ഒന്ന് ഹൈഡ് ചെയ്യാം. കുറച്ച് ഷേപ്പ് പ്രോബ്ലം വന്നിട്ടുണ്ട്, അതിനെയൊക്കെ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. റിബ് കേജ് ഏരിയയിൽ ഇത്രയും ഡീറ്റെയിൽസിൻ്റെ ആവശ്യം വരുന്നില്ല. ലാറ്റിസ്മസ് ഡോർസയെ ഒന്ന് കുറച്ചൊന്ന് ബൾജ് ചെയ്യിക്കുകയാണ്. സോ ഇതാണ് നമ്മളുടെ പ്രൊപ്പോർഷൻ സ്റ്റഡി. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത ഈ ഒരു പ്രൊപ്പോർഷൻ സ്റ്റഡിയുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തതിന് ശേഷം ഇതിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് പ്രൊപ്പോർഷൻ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.